ഹായ് എല്ലാവർക്കും നമസ്കാരം. ഫിറോസ് ദാദു ആണ്. എല്ലാ കൂട്ടർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് നമ്മുടെ വാട്സപ്പിൽ ഒരു പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. കിഡിലൻ അപ്ഡേറ്റ്, കിഡിലോക്സി അപ്ഡേറ്റ്. എന്താണെന്നല്ലേ, നമ്മൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കോ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരനൊക്കെ ഒരു സ്റ്റിക്കർ അയക്കാറുണ്ട്. അത് നമ്മുടെ സ്വന്തം ഫോട്ടോ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ ഫോട്ടോ വെച്ചുകൊണ്ട് ട്രോളിക്കാണ്ടൊക്കെ നമ്മൾ സ്റ്റിക്കറുകൾ അയക്കാറുണ്ട്. പക്ഷെ അതൊക്കെ ഒരു ആപ്പിന്റെ സഹായത്തോടു കൂടിയായിരുന്നു ഇത്ര കാര്യം ചെയ്തത്. അതിന് പറയാം, വാട്സപ്പിന്റെ പുതിയ ഫീച്ചർ പ്രകാരം എല്ലാവർക്കും, അത് വീഡിയോ യൂസേഴ്സിന് മാത്രമല്ല എല്ലാവർക്കും ഇനി ഒറ്റ ക്ലിക്കിൽ നമ്മുടെ ഗാലറിയിലുള്ള ഏതെങ്കിലും ഫോട്ടോ ഒറ്റ ക്ലിക്കിൽ വാട്സപ്പിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റിക്കർ ഉണ്ടാക്കാൻ സാധിക്കും. അതിന് മുകളിൽ നമുക്ക് ആവശ്യമായ ടെക്സ്റ്റുകൾ എഴുതി ട്രോൾ രീതിയിൽ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു കിഡിലൻ അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. അത് നിങ്ങൾ ചെയ്തത് ഇത്രമാത്രം, നിങ്ങളുടെ വാട്സപ്പ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കയറി അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ കയറി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഇത്ര മാത്രമേ ഉള്ളൂ. അത് എങ്ങനെയാണ് ചെയ്യുന്നത് വീഡിയോയിൽ കാണിക്കുന്നത്. അടിപൊളി അപ്ഡേറ്റ് ആണ്. നിങ്ങളുടെ കൂട്ടുകാരനൊക്കെ ഓൺ ദ സ്പോട്ട് ട്രോളിക്കാനൊക്കെ നിങ്ങൾക്ക് കൂട്ടുകാരുടെ ചാറ്റ് അടിപൊളിയാക്കാൻ സാധിക്കും. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ വാട്സപ്പിൽ നിങ്ങളുടെ ഗാലറിയിലുള്ള ഏത് ഫോട്ടോ, സിനിമാടന്മാരുടെ ഫോട്ടോ, നിങ്ങളുടെ കുട്ടികളുടെയൊക്കെ ഫോട്ടോ സ്റ്റിക്കർ ആക്കി നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും ഒറ്റ ക്ലിക്കിൽ. അതാണ് ഈ അപ്ഡേറ്റിന്റെ പ്രത്യേകത. മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. ഇനി എങ്ങനെ ഇതിന്റെ രീതി, എങ്ങനെയാണ് ഇത് സ്റ്റിക്കർ ആക്കുക, വീഡിയോ കണ്ട് മനസ്സിലാക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. നിങ്ങളുടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ വാട്സപ്പ് ഒന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്സപ്പിലുള്ള അപ്ഡേറ്റ് ആണെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് കൊടുക്കുക. വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. നിങ്ങൾക്ക് ആർക്കാണോ നിങ്ങൾ സ്റ്റിക്കർ അയക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ആളെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഞാൻ തൽക്കാലം ഇവിടെ ഒരാളെ തിരഞ്ഞെടുക്കാം. ഇങ്ങോട്ട് ചാറ്റിങ് പെട്ടെന്ന് വരാത്ത രീതിയിൽ ഒരാളെ തിരഞ്ഞെടുക്കും. ഓക്കെ, വൈഫിൻ്റെ ഇതെടുത്തു. ഇനി നമുക്ക് ഇവിടെ സാധാരണ ഇമോജിയുടെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ പുതുതായിട്ടൊരു ക്രിയേറ്റ് എന്നുള്ള ഭാഗം വന്ന് കാണാൻ സാധിക്കും. അതിൻ്റെ മുകളിൽ ജസ്റ്റ് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്ത് നമുക്ക് ഗാലറിയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫോട്ടോ ഏതാണ്, ആരെയാണ് നിങ്ങൾ ട്രോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ സ്റ്റിക്കർ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ഇവിടെ സെലക്ട് ചെയ്യുക. ഞാൻ ഇവിടെ എൻ്റെയും മോളയുടെ ഒരു ഫോട്ടോ കാണാതിരിക്കും. അതിന് മേലെ ജസ്റ്റ് ടച്ച് ചെയ്തു. അപ്പോൾ അതിവിടെ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റിക്കറാക്കി മാറ്റി തന്നു. ഇനി ഇതിലേക്ക് ടെക്സ്റ്റോ കാര്യങ്ങളോ കൊടുക്കുകയാണെങ്കിൽ മുകളിൽ കാണുന്ന ടി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിന് മേലെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള പേര് കൊടുക്കുക. ഞാനും മോളും കൊടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ കളർ ചേഞ്ച് ആക്കുകയാണെങ്കിൽ ബാറിൽ ക്ലിക്ക് ചെയ്തിട്ട് കളർ ചേഞ്ച് ചെയ്യാം. നമുക്ക് ഇതിന് രസമുള്ള കളർ ഏതെങ്കിലും കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് സ്റ്റിക്കറായി മാറി. ഇത് നമുക്ക് വലുതാക്കാം, ഏത് രീതിയിലും വലുതാക്കാം. ഫോട്ടോ വലുതാക്കാം, എങ്ങനെ ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ഇത് സെൻഡ് ചെയ്ത് കൊടുക്കാം. ഇത്ര മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സ്റ്റിക്കറായി മാറി. ഇനി അടുത്ത സ്റ്റിക്കർ ഉണ്ടാക്കണം. അതുപോലെ തന്നെ ഈ പച്ച കാണുന്ന ക്രിയേറ്റർ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ആവശ്യമുള്ള ഫോട്ടോ ഇവിടെ നിന്ന് എടുക്കുക. ഇപ്പോൾ നമ്മുടെ ഒന്ന് കൂടി തൽക്കാലം ഫോട്ടോ കാണിച്ചാൽ ഫോട്ടോ ഇല്ല. ഓക്കെ, എൻ്റെ ഒരു പുതിയൊരു കഫേ ഉണ്ട്. ഇതൊരു ഫോട്ടോ ആണ്. ഈ ബ്രിഡ്ജ് കഫേ എന്നുള്ള ഇതൊരു ഫോട്ടോ ആണ്. ഒരൊറ്റ ക്ലിക്കിൽ നമുക്ക് സ്റ്റിക്കറായി മാറും. ഉണ്ടോ? സ്റ്റിക്കറായി മാറി. നമുക്ക് വലുതാക്കാം. ഇനി നമുക്ക് ഇത് ടെക്സ്റ്റോ കാര്യങ്ങൾ കൊടുക്കാം. സ്റ്റിക്കറാക്കി മാറി. ഉണ്ടോ? 2 സ്റ്റിക്കറായി മാറി. ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു കിഡിലൻ അപ്ഡേറ്റ് ആണ്. എല്ലാവരും മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. ഫ്രണ്ട്സ്, ബൈ.